ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത വാൾ ടു വാൾ എന്ന സൗത്ത് കൊറിയൻ മൂവിയാണ്. ഒരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ സിനിമയാണിത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ വാങ്ങിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇവിടെ നമ്മുടെ നായകനും ഒരുപാട് ആഗ്രഹിച്ച് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങും. ആ അപ്പാർട്ട്മെന്റിൽ എല്ലാ രാത്രിയിലും അതിന്റെ മുകളിലൂടെ ആരോ നടക്കുന്നതായിട്ടും അവിടെ ഇവിടെ ആയിട്ട് എന്തൊക്കെയോ ബീറ്റ് കേൾക്കുമ്പോൾ സൗണ്ടും. ഇതൊക്കെ കാരണം ഒരു ദിവസം പോലും നമ്മുടെ നായകന് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവിടെ. എന്നാൽ ഈ സൗണ്ട് നമ്മുടെ നായകനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ മറ്റ് അപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരും നായകനെതിരെ തിരിയും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച് നമ്മുടെ ഹീറോ ഇറങ്ങിത്തിരിക്കും. അവസാനം അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ വമ്പൻ ട്വിസ്റ്റ്. അതൊന്നല്ല, 2 ട്വിസ്റ്റ്. ഓരോ മിനിറ്റും ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഗംഭീര സിനിമ. എന്തായാലും നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല. അപ്പൊ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ സൗത്ത് കൊറിയയിലെ തന്നെ സിയോൾ എന്ന സ്ഥലത്തുള്ള കുറെ അപ്പാർട്ട്മെന്റ്സ് കാണിക്കുന്നു. ആ സ്ഥലത്തുള്ള അപ്പാർട്ട്മെന്റ്സ് എല്ലാം ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരുപാട് നേട്ടം കൈവരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ മറികടക്കാൻ ഒരു തിരിച്ചടി എന്ന പോലെ അവിടുത്തെ സർക്കാർ പുതിയ വായ്പാ സംരംഭം കൊണ്ടുവരുന്നു എന്ന് അവിടുത്തെ TV വാർത്തകളിൽ പറയുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്ന ആള് ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടിയുടെ ഇരട്ടി പൈസക്കാണ് ഇത് ഓരോരുത്തരും വിൽക്കുന്നത്. എന്നാൽ ഇത് പറയുന്ന പൈസക്ക് വാങ്ങിക്കാൻ അവിടെ ആളുണ്ട്. അടുത്ത സീനിൽ ബസ്സിനകത്ത് നിന്ന് ഒരാള് ഇന്നത്തെ എന്റെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്, നിങ്ങൾ പോകരുത്, ഞാൻ അടുത്തെത്തിന്ന് പറഞ്ഞതല്ലേ. ഇതെല്ലാം ഫോണിലൂടെ പറഞ്ഞ് അവിടെ നിന്ന് തിടുക്കത്തിൽ ഓടുന്ന ആളാണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. ഹീറോയുടെ പേര് നോവോ സോങ് എന്നാണ്. ഹീറോ ഈ തിടുക്കത്തിൽ ഓടി പോകുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് അവരുടെ അപ്പാർട്ട്മെന്റ് മേടിക്കാനാണ്. അവിടെ ചെല്ലുമ്പോൾ 109 കോടി രൂപ പറഞ്ഞ അവരുടെ അപ്പാർട്ട്മെന്റ് 110 കോടി രൂപയ്ക്ക് അവർ കൊടുക്കുള്ളൂ എന്ന് പറയും. ഇത് കണ്ട് ഹീറോ, നിങ്ങൾ 109 കോടി എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താണ് 1 കോടി രൂപ കൂടി കൂട്ടിയത്? ഇതിനവര് നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഈ പൈസക്ക് വാങ്ങിക്കാൻ വേറെ ആൾക്കാർ റെഡിയാന്ന് പറയും. ഹീറോ അവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുവാണ്. ഹീറോ ഒന്നും നോക്കില്ല, 110 110 സൈൻ ചെയ്ത് കരാർ ഉറപ്പിച്ച് സാധനം മേടിക്കും. ഹീറോയുടെ അമ്മയ്ക്കുള്ള കൃഷിസ്ഥലം വിറ്റ് വേറെ ലോണും എടുത്താണ് ഹീറോ ഇപ്പൊ ഈ അപ്പാർട്ട്മെന്റ് മേടിച്ചത്. സ്വന്തമായ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥനായി എന്ന് പറഞ്ഞ് അവന്റെ ഓഫീസിലുള്ളവരെല്ലാം ഹീറോനെ പുകഴ്ത്തുന്നുണ്ട്. നമ്മുടെ ഹീറോ ഇല്ലാത്ത കാമുകിനെയും സ്വപ്നം കണ്ട് ദേ കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് എന്നൊക്കെ കാമുകിയോട് പറഞ്ഞ് സ്വപ്നം സഫലമായി എന്ന് സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ സ്വപ്നവും കണ്ട് ഹീറോ ഉറങ്ങുന്ന സമയം അവന്റെ ഫോണിൽ അലാറം അടിക്കും. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം 4:30. തറയിൽ കിടന്നിരുന്ന അവൻ അലാറം ഓഫ് ചെയ്ത് എണീറ്റ് ചെന്ന് കട്ടിലിൽ കിടക്കും. കുറച്ചു നേരം അങ്ങനെ കിടക്കുമ്പോൾ മുകളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട്. ഹീറോ അവിടെ ഉണ്ടായിരുന്ന തലയണ എടുത്ത് തലയിലൂടെ പൊതിഞ്ഞ് കിടന്നുറങ്ങും. അങ്ങനെ അടുത്ത ദിവസമായി ഹീറോ അവന്റെ ഓഫീസിൽ ജോലിക്കെത്തി. ഒരു വലിയ ഓഫീസാണ്, എന്നാൽ ഹീറോയുടെ സാലറി വളരെ ചെറുതാണ്. ആ ഓഫീസിലെ തന്നെ അത്യാവശ്യം പണക്കാരായ 2-3 പേര് വൈകിട്ടത്തെ പാർട്ടിയും മറ്റു കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് നോക്കി എന്തോ ആലോചിക്കും. അപ്പോൾ ഒരാൾ വന്ന് ഹീറോയോട് ആ അപ്പാർട്ട്മെന്റ് വാങ്ങിയ പൈസക്ക് ഒരു ക്രിപ്റ്റോ മേടിക്കാൻ. ഇത് കേൾക്കുമ്പോ ഹീറോ, എന്താ നിങ്ങൾ പറയുന്നേ? അതിന് അയാള്, അല്ല നിന്റെ മനസ്സിൽ നീ പറയുന്നത് ഇങ്ങ് പുറത്ത് കേട്ടു, കടം വാങ്ങിച്ച് ഓരോന്ന് ചെയ്യുന്നവര് വീണ്ടും കടത്തിലേക്ക് തന്നെ വീഴും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ഹീറോയുടെ കൂട്ടുകാരൻ അവനോട് സംസാരിക്കാൻ വരും. പലരും പലതും പറയും, നിന്റെ ജോലി നീ കളയരുത്, അതില്ലെങ്കിൽ പിന്നെ ഈ ലോണും കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അടയ്ക്കും? സംഭവം കൃഷിഭൂമി എല്ലാം വിറ്റ് തൊലച്ച് ലോൺ കൊടുത്ത് അപ്പാർട്ട്മെന്റ് മേടിച്ചു. ഇപ്പൊ ആ ലോൺ അടയ്ക്കാൻ ഹീറോയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അതിന്റെ പലിശ തന്നെ മാസം ഒരുപാട് രൂപയുണ്ട്. ഹീറോയുടെ അപ്പാർട്ട്മെന്റ് ഇപ്പൊ ഹീറോ വിൽക്കാനാണ് നോക്കുന്നത്. എന്നാൽ അത് വാങ്ങിക്കാനോ ആള് വരുന്നില്ല, വാടകയ്ക്ക് ഉപയോഗിക്കാനോ ആള് വരുന്നില്ല. നിന്റെ എൻഗേജ്മെന്റ് എന്തിനാ നിർത്തി വെച്ചെന്ന് കൂട്ടുകാരൻ ചോദിക്കും. അതിന് ഹീറോ, നീ എന്തിനാ ഇപ്പൊ ആ വിഷയം എടുത്തിടുന്നേ? ആ കാര്യമൊന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന് കൂട്ടുകാരൻ, എല്ലാം നിന്റെ ഈ ദേഷ്യം തന്നെ. ആ മുഖം ഇരിക്കുന്ന നോക്കിക്കേ, നിനക്കൊന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഓഫീസിൽ വന്നൂടെ? അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്നെ നേരാവണ്ണമൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് കൂട്ടുകാരൻ ഓഫീസിൽ വെച്ച് മറ്റാൾക്കാർ പറഞ്ഞ ആ പാർട്ടിക്ക് പോകുന്നില്ലേ എന്ന് ഹീറോയോട് ചോദിക്കും. നല്ല പൊരിച്ച കോഴിയും ബീഫും ഉണ്ട്, നീയും വരണമെന്നവൻ പറയും. അതിന് ഹീറോ, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് കുറെ കൂടി പൈസ ഉണ്ടാക്കണം. നീ ഈ പാർട്ട് ടൈം ജോലിക്ക് പോയി എത്ര രൂപ ഉണ്ടാക്കുമെന്നോ നിന്റെ വിചാരം? ഹീറോ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം പാർട്ട് ടൈം ആയിട്ട് ഫുഡ് ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെ പണിയും കഴിഞ്ഞ് രാത്രി ഹീറോ റൂമിലേക്ക് വരുമ്പോൾ ഹീറോയുടെ ഡോറിൽ, എനിക്ക് 12th 8th പഠിക്കുന്ന 2 മക്കളുണ്ട്, അവർക്ക് പഠിക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന സൗണ്ട് ആൻഡ് നോയ്സ് കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങൾ ചെറിയ പേപ്പറിലായിട്ട് എഴുതി ഒട്ടിച്ചേക്കുവാണ്. ഹീറോ ഇത് കണ്ട് നോക്കി നിൽക്കുമ്പോൾ അവന്റെ പുറകിലായിട്ട് സ്റ്റെയറിൽ ആരോ ഒരാൾ അവൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഹീറോ അകത്ത് കയറി ലാമ്പ് കത്തിച്ച് ഡ്രസ്സ് മാറ്റുന്ന സമയം മുകളിൽ നിന്ന് എന്തോ വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഹീറോ നേരെ മെയിൻ്റനൻസ് ഓഫീസിൽ വിളിച്ച് മുകളിലെ വീട്ടിൽ നിന്ന് ഒരുപാട് സൗണ്ട് വരുന്നുണ്ട്, അതിന് അവിടെ നിന്ന്
ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. നിങ്ങൾ അവരെ വിളിക്കുന്നതിന് പകരം നേരെ പോയി സംസാരിക്കുക. ഓക്കെ സാർ, ഞാൻ പോയി സംസാരിക്കാന്ന് അയാൾ പറയും. അപ്പൊ ഹീറോ അടുത്ത വീട്ടുകാര് എപ്പോഴും എന്റെ കഥകില് ഒരുപാട് നോട്ട്സ് എഴുതി വെക്കുന്നുണ്ട്, അത് ഞാനല്ലാന്ന് കൂടി അവരോട് പറയണം. എന്നിട്ട് ഹീറോ ലാമ്പ് അണച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. 110 കോടി രൂപ മുടക്കി അപ്പാർട്ട്മെന്റ് മേടിച്ച് ഇവൻ ലാമ്പ് കത്തിച്ച് വെക്കുന്ന എന്തിനാന്ന് നമ്മൾ ചിന്തിക്കും. സംഭവം വേറെ ഒന്നുമല്ല, കറണ്ട് ബില്ല് കൂടുമെന്ന് വിചാരിച്ച് ഹീറോ ഫാൻ ഇടാറില്ല, ലൈറ്റ് ഇടാറില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഫുഡ് ഡെലിവറിക്കായി ഒരുങ്ങി പുറത്തേക്ക് വരും. പുറത്താണെങ്കിൽ ഭയങ്കര മഴ. അവന്റെ സൈക്കിൾ എടുത്ത് ആ മഴയത്തൂടെ റെസ്റ്റ് ഇല്ലാതെ ഓട്ടത്തിലാണ്. അന്നത്തെ ഹീറോയുടെ ഫുഡ് ഡെലിവറിയും കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ വീണ്ടും കഥകിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടാവും. നേരത്തേതിലും അധികം ഉണ്ട് ഇപ്പോൾ. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോ അകത്തു പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കുമ്പോൾ അവന് ചൂടെടുക്കും. എന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കി ആ AC നോക്കും. എന്നാൽ AC ഇടാതെ കയ്യിലുണ്ടായിരുന്ന ബാറ്ററി ഫാൻ എടുത്ത് കാറ്റ് കൊള്ളും. അതും ഓഫീസിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് ഹീറോ ഉറങ്ങി 4:30 ആകുമ്പോൾ വീണ്ടും അലാറം കേൾക്കും. ഹീറോ എണീറ്റ് അവിടെ ഇവിടെയൊക്കെയായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് കേൾക്കും. ഡോറിനടുത്തേക്ക് വന്ന് മുന്നിലെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ആരോ ഒരാൾ എന്തോ അവിടെ ചെയ്യുന്നുണ്ട്. ഹീറോ അതിലൂടെ ആരാ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരു സ്ത്രീ ആ ക്യാമറയുടെ മുമ്പിലേക്ക് വരും. അവരെ കാണുമ്പോൾ തന്നെ പേടി തോന്നും. ഞാൻ നിങ്ങളുടെ താഴെ വീട്ടിലുള്ളതാണ്, നിങ്ങൾ ഈ നോട്ട്സ് ഒന്നും കണ്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. അതിന് ഹീറോ, എനിക്കും ഈ കാര്യങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻ്റനൻസുകാരോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഹീറോ ഡോർ തുറക്കുമ്പോൾ ഇവരുടെ ദേഹത്ത് തട്ടി ഇവർ വീഴും. ഹീറോ അവരോട് സോറി പറഞ്ഞ് കഥകിലേക്ക് നോക്കുമ്പോൾ നേരത്തേലും അധികം മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതെന്ന് ഹീറോ ചോദിക്കും. എന്റെ 2 മക്കളും പഠിക്കുവാണ്, ഈ ശബ്ദം കാരണം അവർക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയത്. എന്റെ വീട്ടിൽ നിന്നല്ല ഈ ശബ്ദം വരുന്നത്, ഞാൻ തന്നെ ഇപ്പൊ ആ ശബ്ദം കേട്ടാണ് എണീറ്റത്. എന്റെ ഭർത്താവ് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന്. അതിന് ഹീറോ, എന്റെ വീട്ടിൽ നിന്നല്ല വരുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ നോട്ട്സ് എഴുതുന്നതൊന്ന് നിർത്തണം എന്ന് പറഞ്ഞ് ഹീറോ വാതിലടച്ച് അകത്തേക്ക് കയറുമ്പോൾ ഇവര് ഡോറിൽ കയറി പിടിക്കും. നീ വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് ഈ ശബ്ദം കേൾക്കുന്നത്, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ ഇവിടെ നടക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങളെന്താ പേടിപ്പിക്കുവാണോ എന്ന് ഹീറോ ചോദിക്കും. അങ്ങനല്ല, എന്റെ മനസ്സിൽ തോന്നിയ ഒരു പേടി പറഞ്ഞു എന്നുള്ളൂ എന്ന് അവർ പറയും. ഹീറോ ദേഷ്യപ്പെട്ട്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഇതൊന്നും ചെയ്ത ഞാനല്ലാന്ന് പറഞ്ഞതല്ലേ, അടിക്കുന്നത് ഇടിക്കുന്നത് ചാടുന്ന ഓടുന്ന സൗണ്ട് എല്ലാം മുകളിൽ നിന്നാണ് വരുന്നത്, ഇനി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ, നിങ്ങൾ അകത്ത് വന്ന് നോക്കുന്നുണ്ടോ? ഹീറോ ഇത് പറഞ്ഞു തീരും മുന്നേ ഹീറോനെ തള്ളി മാറ്റി ഇവർ അകത്തേക്ക് കയറിപ്പോ. ആ സ്ത്രീ അകത്ത് കയറി ലൈറ്റ് ഇടുമ്പോൾ ആ വീട് മൊത്തം അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. ഹീറോ വന്ന് ലൈറ്റ് അണച്ചിട്ട്, നിങ്ങൾ എന്തിനാ ലൈറ്റ് ഇട്ട, എന്റെ കറണ്ട് ബില്ല് നിങ്ങളാണ് അടയ്ക്കുന്നത്, ഷൂട്ടാണ് എന്റെ റൂമിൽ കയറി വന്നേ, നിങ്ങൾ ഇപ്പൊ തന്നെ വെളിയിൽ പോകണമെന്ന് ഹീറോ പറയും. അവരവിടെ കുറച്ചു നേരം നിന്നിട്ട് ഇപ്പൊ ശബ്ദമൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയും. കുറച്ചു മുന്നേ വരെ കേട്ടതാണെന്ന് ഹീറോയും പറയും. നമ്മളെപ്പോലുള്ള വാടകക്കാരെ നിങ്ങൾ പുച്ഛത്തോടെയാണല്ലേ നോക്കുന്നതെന്ന് ഈ സ്ത്രീ ചോദിക്കും. നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഹീറോ ചോദിക്കും. ഉടനെ ഈ സ്ത്രീ അവിടെ ഇറങ്ങിപ്പോവും. ഒന്നും മനസ്സിലാവാതെ ഹീറോ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. അപ്പോഴുണ്ട് മുകളിൽ നിന്ന് വീണ്ടും ഈ സൗണ്ട് കേൾക്കും. ഹീറോക്ക് ദേഷ്യമെന്ന്, നീയൊക്കെ എന്താ കളിക്കുവാണോ എന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പോകും. മുകളിൽ അപ്പാർട്ട്മെന്റിൽ വന്ന് ബെല്ല് കൊടുത്ത് അവിടെ നിന്ന് ആളിറങ്ങി വരും. അവിടെ നിന്ന് ഇറങ്ങി വന്ന ആൾ ഒരു ജിമ്മനാണ്. അവനെ കാണുമ്പോൾ തന്നെ ഹീറോ പേടിച്ചിട്ട്, സാറേ ഞാൻ താഴത്തെ വീട്ടിലുള്ളതാണ്, അതിലും താഴത്തെ വീട്ടിലുള്ള സ്ത്രീ വന്ന് അവരുടെ മക്കള് പഠിക്കുവാണ്, ഇവിടത്തെ ശബ്ദം കാരണം അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ അമ്മ വന്ന് പരാതി പറഞ്ഞു. നിങ്ങൾ ഈ ഓടുന്നതും വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സൗണ്ട് ഒരുപാടാണ് താഴെ കേൾക്കുന്നത്, അത് കുറച്ചൊന്ന് കുറയ്ക്കണം, ഞാൻ കുറച്ചു മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, എന്നാൽ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയത്. അതിന് ആ ജിമ്മൻ, ഓ അങ്ങനെയാണോ, താഴത്തെ വീട്ടുകാര് നിങ്ങളാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് വന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയോ? അതുപോലെ തന്നെയാണ് നീ ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ, ഈ ശബ്ദം വരുന്നത് ഇവിടെ നിന്നല്ല, മുകളിലെ വീട്ടിൽ നിന്നാണ്, നിനക്ക് പറ്റുമെങ്കിൽ നീ അവിടെ പോയി പറയുന്ന ഇയാൾ പറഞ്ഞിട്ട് അകത്ത് കയറി പോകും. ഹീറോ ജിമ്മനോട്, ഓ അത്രയും പറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുകളിലേക്ക് പോകും. അപ്പൊ മുകളിൽ ആരോ അലാറം വൈബ്രേഷനിലായിരുന്നിരുന്നേ സോറി ഒക്കെ പറയുന്നത് ഹീറോ കേൾക്കും. ഇത് കേട്ട് നേരെ ഹീറോ മുകളിലേക്ക് പോകും. ഹീറോ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരാള് ബാഗൊക്കെ ആയിട്ട് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുവാണ്. അയാൾ ഹീറോനെ കണ്ട്, ആരടാ നീ എന്ന് ചോദിക്കും. ഞാൻ 14ാമത്തെ നിലയിലുള്ളതാണ്, 2 നില താഴെ എന്ന് ഹീറോ പറയും. ഹീറോ ഇപ്പൊ 14ാമത്തെ നിലയിൽ നിന്ന് 16ാമത്തെ നിലയിൽ കയറിയാണ് ഇതിനെപ്പറ്റി ചോദിക്കാൻ വന്നേക്കുന്നത്. എന്താ കാര്യം എന്ന് അയാൾ ചോദിക്കും. ഞാൻ എന്തിനാണ് വന്നത് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ അലാറം ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത്. അതിന് അയാൾ ചിരിച്ചിട്ട്, നീ ഇതെന്തൊക്കെയാണ് പറയുന്നേ, ഞാൻ അലാറം പോലും വെക്കാറില്ല കുഞ്ഞുങ്ങൾ എണീക്കുന്നു വിചാരിച്ച്, നിങ്ങൾ വെറുതെ ഓരോ നുണ പറയണ്ട, നിങ്ങൾ അലാറത്തിന്റെ കാര്യം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറി വന്നത്. അതിനയാള്, ഓ നീ അത് കേട്ടു അല്ലേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അലാറം വെച്ചില്ല അതുകൊണ്ട് അത് കേട്ടില്ലാന്ന്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലേറ്റ് ആയത്, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, ശബ്ദത്തിന്റെ കേസാണെങ്കിൽ അത് മുകളിലൊന്നാണ് വരുന്നത്. അതിന് ഹീറോ 17ാമത്തെ നിലയിലോ, ഞാൻ താമസിക്കുന്നത് 14ാമത്തെ നിലയിലാണ്, അഥവാ ഇനി ശബ്ദം അവിടെ നിന്ന് കേട്ടാൽ തന്നെ 14ാമത്തെ നില വരെ ഒന്നും വരാൻ സാധ്യതയില്ല, നിനക്ക് വേണമെങ്കിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. ഹീറോ വീണ്ടും അവിടെ നിന്ന് മുകളിലത്തെ വീട്ടിലേക്ക് വന്ന് ബെല്ല് കൊടുക്കും. അവിടെ വന്ന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ അപ്പൂപ്പനും അമ്മച്ചിയാണ്. അപ്പൂപ്പൻ വാക്കറും കുത്തി നടന്ന് നേരെ ഹീറോയുടെ അടുത്ത് വരും. എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. ഹീറോ ഇതുപോലെ ശബ്ദത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയും. ഉടനെ അപ്പൂപ്പൻ ചൂടായി, നേരെ വേണം നടക്കാൻ പോലും കഴിയാത്ത ഞാനാണ് ഇതൊക്കെ
ഇതൊക്കെ ചെയ്തേന്ന് പറയാൻ നിനക്കെങ്ങനെയാ ധൈര്യം വന്നതെന്ന് ചോദിച്ച് ഹീറോയോട് ചൂടാവും. ഈ ശബ്ദമൊന്നും ഞാനല്ല ഉണ്ടാക്കുന്നത്, മുകളിലെന്നാണ് വരുന്നത്, നിനക്ക് വേണമെങ്കിൽ മുകളിൽ പോയി ചോദിക്കുന്ന അയാൾ പറയും. എന്തു പറഞ്ഞാൽ എല്ലാവരും മുകളിലെന്ന് പറയുന്നത് എന്തിനാണ്? ഈ ബിൽഡിങ്ങിന്റെ സെക്രട്ടറി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞ അയാൾ ഹീറോനെ ഇറക്കിവിടും. ഹീറോ തിരിച്ചു പോകാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും മുകളിലേക്ക് നടന്നു പോകും. അവൻ ആകെ വിയർത്ത് കുളിച്ച് അവിടെ വന്ന് ബെല്ലടിക്കുമ്പോൾ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഹീറോ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഹീറോനെ വിളിക്കും. അവര് ഹീറോയോട് സംസാരിക്കാൻ അകത്തേക്ക് വിളിക്കും. അവര് വന്ന് ഹീറോയോട് ഈ ശബ്ദം വരുന്നു എന്ന് പറഞ്ഞാണോ നീ 14ാം നിലയിൽ നിന്ന് ഇങ്ങ് വരെ വന്നത്? അതിന് ഹീറോ അതെ, ഓരോരുത്തരോടും വന്ന് ചോദിക്കുമ്പോൾ മുകളിലാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞോട്ട്. ഉടനെ അവര് പറയും മുകളിലെന്നാണ് ശബ്ദം വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഈ അപ്പാർട്ട്മെന്റ്സിലെ ഓരോ ചുമരും എല്ലാ റൂമും എല്ലാ വീടുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. താഴത്തെ വീട്ടുകാർ എപ്പോഴും നോട്ട്സ് എഴുതി വെക്കുന്ന കാര്യം ഹീറോ പറയും. അപ്പൊ ഇവര് പറയും ആ വീട് എന്റേതാണ്, അവർക്ക് വാടകയ്ക്ക് കൊടുത്തത് ഞാനാണ്, അവരുടെ എഗ്രിമെന്റ് കഴിയുമ്പോൾ ഞാൻ അവരെ പറഞ്ഞുവിടും, നീ 2 മാസം വെയിറ്റ് ചെയ്യുന്ന ഈ സ്ത്രീ പറയും. അതിന് ഹീറോ എന്തിനാണ് 2 മാസം വരെ വെയിറ്റ് ചെയ്യുന്നത്, അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഈ സ്ത്രീ ഹീറോയുടെ നേർക്ക് എന്തോ ഒരു പൊതി വെച്ചു കൊടുക്കും. എന്നിട്ട് ഇവര് പറയും അവരെ ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാനും ശ്രമിക്കുവാണ്, ഇപ്പൊ നീ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞല്ലോ അതിന് ഒരുപാട് നന്ദി. ഈ സ്ത്രീയുടെ പേര് ജിയോൺ ഇൻ ഹ്വാ എന്നാണ്. ഇവരൊരു പ്രോസിക്യൂട്ടറാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഹീറോ പറയും ലോൺ ഉണ്ട്, പിന്നെ അത് വിൽക്കാൻ നോക്കിയിട്ട് ആരുമില്ല, വാടകയ്ക്കും ആരും വരുന്നില്ല. അപ്പൊ ഈ പ്രോസിക്യൂട്ടർ പറയും നീ ഇപ്പൊ എന്തായാലും വിൽക്കണ്ട, ഇനിയിപ്പോ ഉടനെ ഇവിടെ GTX ലൈൻ വരും, അപ്പോൾ ഇതിലും കൂടുതൽ ഒരുപാട് മെച്ചം ഉണ്ടാവും. എന്നിട്ട് ഈ അപ്പാർട്ട്മെന്റ്സ് വിൽക്കുന്നതിനെ പറ്റിയും പുതിയ ആൾക്കാരെ അതിലേക്ക് കയറ്റുന്നതിനെ പറ്റിയും ഇതിന്റെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കണമെന്ന് പറയും. ഹീറോയും ഒക്കെ അതിന് സമ്മതിച്ച് അവിടെ നിന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഇറങ്ങി ഹീറോ റൂമിലേക്ക് വരുമ്പോൾ ഹീറോയുടെ സൈക്കിൾ ആരോ പഞ്ചറാക്കി വെച്ചേക്കുവാണ്. ഹീറോ ആ ടയർ കുത്തിക്കീറി വെച്ചേക്കുന്ന ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം കൂട്ടുകാരനെ കാണിക്കും. കൂട്ടുകാരെ ഇത് കണ്ട് ഇതെന്താടാ ചെയ്തു വെച്ചേക്കണേ, നിനക്കിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തുകൂടായിരുന്നോ, നിന്നെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവെന്ന് പറഞ്ഞു. ഹീറോ അത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാവും, എന്നോടിപ്പോ കുറച്ച് കെയർ ആയിട്ടിരിക്കാനാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞതെന്ന് ഹീറോ പറയും. അവള് നിനക്ക് പണം തന്നത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കൂട്ടുകാരൻ ചോദിക്കും. അതെ, അതുകൊണ്ടാണ്, എന്റെ ആവശ്യങ്ങൾക്ക് കുറച്ച് പണം അവള് തന്ന് സഹായിച്ചു. ശരി അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത്, അതെന്താന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇന്നലെ പാർട്ടിയിൽ CEO അവന്റെ ക്രിപ്റ്റോ സിഗ്നൽ ഗ്രൂപ്പിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അതിന് ഹീറോ ചൂടായി ഈ പരിപാടിയൊന്നും കാണിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവസാനം ഉള്ള പണം കൂടി എല്ലാരും കൂടി കൊണ്ടുപോകും. സംഭവം ഈ കൂട്ടുകാരൻ വന്ന് പറഞ്ഞത് ഒരു ട്രേഡിംഗ് കമ്പനി പരിപാടിയാണ്. എന്നിട്ട് കൂട്ടുകാരൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോണിൽ ഇത്ര രൂപ മുടക്കുവാണെങ്കിൽ ഇത്ര രൂപ നമുക്ക് ലാഭം കിട്ടും, 5 മടങ്ങ് 10 മടങ്ങ് 15 മടങ്ങ് എന്നൊക്കെ ഹീറോയോട് പറയും. ഹീറോ ഇതൊന്നും കേട്ട് വിശ്വസിക്കില്ല. കൂട്ടുകാരൻ വീണ്ടും ഓരോ തെളിവ് കാണിക്കും. അപ്പൊ ഹീറോ ചോദിക്കും ഇങ്ങനെ ചെയ്യുന്നതിൽ വേറെ റിസ്ക് ഒന്നും ഇല്ലെന്ന്, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടാന്ന് കൂട്ടുകാരൻ പറയും. അതിന് ഹീറോ ഇത് ചെയ്യണമെങ്കിൽ തന്നെ പണം വേണ്ടേ, നീ ഇപ്പൊ പണം എവിടെ നോപ്പിക്കും? അതിന് കൂട്ടുകാരൻ 100% ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത്, കടം മേടിക്കണം. കടം മേടിക്കാനോ? ഇപ്പൊ തന്നെ ഒരു ലോഡ് കടം ലോണൊക്കെ ഉണ്ട്, ഇനി പറ്റില്ല എന്ന് ഹീറോ പറയും. കൂട്ടുകാരൻ വീണ്ടും ഓരോ ലാഭത്തിന്റെ കണക്ക് പറഞ്ഞ് ഹീറോയുടെ മനസ്സ് മാറ്റാൻ നോക്കും. ഹീറോ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരു ലോൺ അപ്ലൈ ചെയ്യും. അവിടെ നിന്ന് തിരിച്ച് ഇതിന് താൻ എലിജിബിൾ അല്ല എന്ന് മെസ്സേജ് വരും. അടുത്ത സീനിൽ ഹീറോ ടയറും പഞ്ചർ ഒട്ടിച്ച് ഫുഡ് ഡെലിവറിക്കായിട്ട് പോകും. ഇപ്പൊ അവ ആ ട്രേഡിംഗ് മാർക്കറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹീറോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു ഫുഡ് ഓർഡറായി ഹീറോ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്ന വഴിയിൽ ഒരുത്തൻ ബൈക്ക് കൊണ്ടൊന്ന് ഹീറോനെ ഇടിച്ചിടും. ഹീറോ അവനെയും തേറി പറഞ്ഞ് ഫുഡ് വെച്ചിരുന്ന ബാഗ് നോക്കുമ്പോൾ ഫുഡെല്ലാം കളഞ്ഞേക്കുവാണ്. എന്നിട്ട് ഹീറോ കസ്റ്റമറിനെ വിളിച്ച് ഒരുപാട് സോറി പറഞ്ഞ് പോകുന്ന വഴിയിൽ ഹീറോ എന്തോ കണ്ട് കൂട്ടുകാരനെ വിളിച്ച് എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നീ പറഞ്ഞതൊക്കെ ശരിയാണോ, എല്ലാ കാര്യവും സത്യമാണ് പറഞ്ഞെന്ന് കൂട്ടുകാരൻ പറയും. നിനക്ക് പണം കിട്ടിയോന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഉടനെ കിട്ടുമെന്ന് ഹീറോ പറയും. സംഭവം ഹീറോ കണ്ടത് ഈ അപ്പാർട്ട്മെന്റ്സ് വീടൊക്കെ വിലക്ക് വാങ്ങുന്ന കമ്പനിയാണ്. അവിടെ വന്ന് ഹീറോ പറയും ഞാൻ എന്റെ അപ്പാർട്ട്മെന്റ് വിൽക്കാൻ തീരുമാനിച്ചു, ഇപ്പൊ തന്നെ അതിന്റെ കരാറെല്ലാം ഒപ്പിടണം, 850 മില്യൺ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും ഇപ്പൊ സമയം എത്രയായെന്ന് നിനക്കറിയോ, നീ ഇന്ന് പോയിട്ട് നാളെ വരാൻ പറയും. ഉടനെ ഹീറോ വിൽക്കണമെങ്കിൽ ഇന്ന് വിൽക്കും, നാളെ ഒന്നും വിൽക്കാൻ പറ്റില്ല. അങ്ങനെ അന്ന് രാത്രി ഹീറോ വീട്ടിൽ വന്ന് അവൻ ആഗ്രഹിച്ച് വാങ്ങിച്ച അപ്പാർട്ട്മെന്റ് വിൽക്കാൻ തീരുമാനിക്കും. പിറ്റേ ദിവസം കച്ചവടത്തിന് ആള് വന്ന് 800 മില്യൺ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. അതിന് ഹീറോ 800 മില്യൺ ഒക്കെ എങ്ങനെയാണ് തരുന്നേ, അത് ലേലത്തിന് പോകുവാണെങ്കിൽ ഇതുപോലെ നിനക്ക് കിട്ടില്ല എന്ന് അയാൾ പറയും. ഫോണില് ട്രേഡിംഗ് ഗ്രാഫ് നോക്കി ഹീറോ 800 മില്യൺ സമ്മതിക്കും. 85 മില്യൺ ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് വേണം. അങ്ങനെ 85 മില്യൺ അപ്പൊ തന്നെ ഹീറോയുടെ അക്കൗണ്ടിലേക്ക് കയറും. അവിടെ നിന്ന് ഹീറോ 100 ലോഡും. ഗ്രാഫും നോക്കി ഹീറോ പകുതി എത്തുമ്പോൾ അവന്റെ ഫോൺ ബാറ്ററി ലോ ആവും. എങ്ങനെയൊക്കെ ഓടി വന്ന് ലിഫ്റ്റ് തുറക്കാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആവില്ല. എന്നാലും അവൻ വീട്ടിൽ അവൻ സ്റ്റെപ്പ് വഴി നേരെ കയറും. എന്നാൽ അവൻ വീണ് കാലിന് പരുക്ക് പറ്റിയതുകൊണ്ട് പെട്ടെന്ന് കയറാനായിട്ട് പറ്റില്ല. അവസാനം റൂമിലെത്തുമ്പോൾ കൂട്ടുകാരൻ വിളിച്ച് നിനക്ക് പണം കിട്ടിയോന്ന് ചോദിക്കും. അതിന് ഹീറോ 85 മില്യൺ കിട്ടിയെന്ന് പറയും. എന്നിട്ട് കൂട്ടുകാരൻ ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കും. സംഭവം ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഇടയ്ക്ക് വന്നില്ലേ ഒരു മുയലിനെ ടച്ച് ചെയ്ത് പണം ഉണ്ടാക്കുന്നത്, നമ്മളങ്ങനെ പറ്റിക്കപ്പെട്ടു, അതുപോലൊരു സംഭവമാണ് അവിടെ നമ്മൾ പണം മുടക്കി
വിലയ്ക്ക് ഓരോ കോയിൻ സാധനങ്ങളൊക്കെ മേടിച്ച് അത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു. അതിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മളത് സെയിൽ ചെയ്യണം. അങ്ങനെ എന്തൊക്കെയോ കുറെ പരിപാടിയാണ്. എന്നിട്ട് ഹീറോ ആ കോയിൻസിന്റെ വില താഴുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. ആ സമയം വീടിനുള്ളിലെ സൗണ്ട് തുടങ്ങും. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് കേൾക്കും. എന്നാലും ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ ഫോക്കസും കമ്പ്യൂട്ടറിലേക്ക് മാത്രം ആക്കും. അവസാനം അത് താഴ്ന്ന് 815 ആവുമ്പോൾ ഹീറോ ആ GB കോയിൻ പർച്ചേസ് ചെയ്യും. ആ കോയിന് വാങ്ങിച്ച് അതേ ഇരിപ്പിരുന്ന ഹീറോ പിറ്റേ ദിവസമായി അവിടെ നിന്ന് 1 ഇഞ്ച് അനങ്ങിയിട്ടില്ല. കൂട്ടുകാരൻ വിളിച്ച് ഇപ്പൊ ഇരട്ടി ആയിട്ടുണ്ട്. ഹീറോ ഇത് കണ്ടിട്ട് എടാ ഈ കാണുന്നൊക്കെ സത്യം തന്നെയെന്ന് ചോദിക്കും. എന്നിട്ട് കൂട്ടുകാരൻ ഒരു ഡേറ്റ് പറഞ്ഞ് 8/15 ആവുമ്പോൾ ഇതിന്റെ റിട്ടേൺ റേറ്റ് മാക്സിമം കൂടും. ആ സമയത്ത് എല്ലാം സെയിൽ ചെയ്ത് ക്യാഷ് എടുക്കണമെന്ന് പറയും. ഓഗസ്റ്റ് 15 വരെ നീ ഒരു തണ്ടി നടക്കാതെ വീട്ടിൽ തന്നെ കിടന്നത് നോക്കാൻ പറയും. പിന്നെ ആ സമയത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഇതൊക്കെ അപ്പം തന്നെ വിൽക്കണമെന്നും കൂട്ടുകാരൻ പറയും. പിന്നെ ശ്രദ്ധ തെറ്റാതെ 24 മണിക്കൂർ അതിൽ തന്നെ നോക്കിയിരിക്കണമെന്ന് കൂട്ടുകാരൻ പറഞ്ഞ് ഫോൺ വെക്കും. ഇപ്പൊ ഹീറോ ഒരുപാട് ഹാപ്പിയാണ്. അവന്റെ വീടെല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി. പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഫോൺ നോക്കിയാണ് ഇരിക്കുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ഹീറോ കമ്പ്യൂട്ടറും തുറന്നു വെച്ച് ഫോണിൽ പാട്ടും കേട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. ആ സമയം ഹീറോയുടെ വീട്ടിനകത്ത് ആരോ ഒരാൾ കയറി വന്ന ആൾ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് ഹീറോയുടെ എഗ്രിമെന്റ് പിന്നെ ആ മാർക്കറ്റിംഗ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെച്ചേക്കുന്ന പേപ്പർ ഇതെല്ലാം എടുത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പതിവായി കേൾക്കുന്ന സൗണ്ട് കേട്ട് ഹീറോ എണീറ്റ് അവിടുത്തെ ഭിത്തിയിലും തറയിലൊക്കെ ചെവി ചേർത്ത് നോക്കും ഇതെന്താ സംഭവം. ആ സമയം ആരോ ഹീറോയുടെ വീടിന്റെ ബെല്ലടിക്കും. ഹീറോ ചെന്ന് നോക്കുമ്പോൾ ആ മുകളിലെ വീട്ടിലെ ജിമ്മനാണ്. ജിമ്മൻ ഒരു ലോഡ് പേപ്പറുമായിട്ട് എനിക്ക് നിന്റെ വീട് പരിശോധിക്കണം, ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്, നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ നോട്ട്സ് എല്ലാം ഞാൻ ഇവിടെ ഒട്ടിക്കുമെന്ന് പറയും. അതിന് ഹീറോ നീ വന്ന് നോക്കുന്നു പറഞ്ഞ് അവൻ അകത്തേക്ക് കയറ്റും. ജിമ്മൻ വന്ന് അകത്ത് കയറി കുറച്ചു നേരം നോക്കുമ്പോൾ അവിടെ സൗണ്ടും ഇല്ല ഒന്നുമില്ല. ഇതെന്താ സംഭവിക്കണമെന്ന് ഹീറോയ്ക്കും അറിയില്ല. ആരെങ്കിലും ഇതിനകത്ത് വന്ന് നോക്കുമ്പോൾ സൗണ്ടും ഇല്ല ഒന്നുമില്ല. ഹീറോ തറയിൽ ചെവി ചേർത്ത് ജിമ്മനോട് പറയും ഇത് മിക്കവാറും എന്നെ പ്രാന്താക്കും, ഇത് ആ താഴ്ന്നു വരുന്ന സൗണ്ടാണെന്നാണ് തോന്നണേ, അവരെന്നെ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണെന്നാ തോന്നണേ, അവരെ കണ്ടാലേ അറിയാം ഒരുമാതിരി പ്രാന്ത് ലുക്കും, നമുക്ക് താഴെ പോയി നോക്കാമോ എന്ന് ഹീറോ ജിമ്മനോട് ചോദിക്കും. അതിന് ജിമ്മൻ താഴെന്ന് കേൾക്കുന്ന സൗണ്ട് എന്റെ വീട് വരെ വരുമോ? അപ്പൊ ഹീറോ പറയും ഈ ഭിത്തിയൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം മൊത്തം വീടുകളായിട്ട് കണക്റ്റഡ് ആണ്. അതിന് ജിമ്മൻ നീ എന്താ ആളെ പൊട്ടനാക്കാൻ നോക്കുവാണോ? ഹീറോ പറയുന്നതൊന്നും കേൾക്കാതെ ജിമ്മൻ ഹീറോയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ ജിമ്മൻ പുറത്തേക്ക് പോകുന്നതും ഈ സൗണ്ട് വീണ്ടും കേൾക്കും. ഉടനെ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഹീറോ ഉടനെ മനഃപൂർവ്വം അവിടെ ഭിത്തിയിലും തറയിലൊക്കെ ആയിട്ട് ഇടിക്കും. എന്നിട്ട് ഹീറോ സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ തറയിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജനാലേക്ക് നോക്കുമ്പോൾ ആരോ ഒരാൾ ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഹീറോ ഇത് കണ്ട് ടെൻഷനായി നേരെ താഴത്തെ വീട്ടിൽ വന്ന് അവിടെ ബെല്ലടിച്ച് കതക് തട്ടുമ്പോൾ ആരും ഇറങ്ങി വരത്തില്ല. ഈ ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടിൽ ഒരു പെണ്ണ് വന്ന് എന്താ നോക്കുമ്പോൾ ഹീറോ പറയും ഈ വീട്ടിലുള്ള ഒരു വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് എന്റെ പേരിലാക്കുക, നീയാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്നാണല്ലോ എല്ലാരും പറയുന്നത്. ഉടനെ ഹീറോ വീണ്ടും ദേഷ്യപ്പെട്ട് അവളടുത്തേക്ക് ചെല്ലുമ്പോൾ അവള് കതവും പൂട്ടി അകത്തേക്ക് കയറും. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് വന്ന് സിഗരറ്റും വലിച്ച് അപ്പാർട്ട്മെന്റ് നോക്കി നിൽക്കുമ്പോൾ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ ഹീറോയുടെ അടുത്തേക്ക് വരും. അയാൾ വന്ന് നീ എന്താ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, അടുത്ത വീട്ടിലൊരു കൊല നടന്നിട്ടുള്ള കാര്യം നിനക്ക് അറിയാമോ? അതിന് ഹീറോ സത്യമാണോ നിങ്ങൾ പറയുന്നേ, എന്തിനാണ് കൊന്നത്, എന്തൊക്കെയോ സൗണ്ട് വരുന്നെന്ന് പറഞ്ഞ് അവൻ കംപ്ലൈന്റ് കൊടുത്തു. ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്ന് വെച്ച് ആരെയും കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഹീറോ പറയും. ഇയാൾ ഓരോന്ന് പറഞ്ഞ് ഹീറോനെ പറയാതെ പറയുമെന്ന് പറയില്ലേ, അതുപോലെ ഭീഷണിപ്പെടുത്തും. ഹീറോ പിന്നെ അവിടെ നിന്നൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് വന്ന് ലിഫ്റ്റ് കയറുമ്പോൾ ഇയാളും പുറകെ വന്ന് ലിഫ്റ്റ് കയറും. ഇയാളുടെ കയ്യിലെ കത്തി കാണും ഹീറോ. ഇത് കണ്ട് ഹീറോ പേടിച്ചു വിറച്ച് അനങ്ങാതെ അവിടെ നിൽക്കും. ഹീറോയുടെ ഫ്ലോർ എത്തുന്നത് ഹീറോ ഓടി അകത്ത് കയറി ഈ ശബ്ദം ഉണ്ടാക്കുന്നവൻ ആരാന്ന് എനിക്ക് മനസ്സിലായടാ, അത് നീ തന്നെയാടാ, നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുവാണോ, ഞാൻ ഇവിടുന്ന് പോകില്ലടാ എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് നിന്ന് ഒറ്റയ്ക്കിരുന്ന് തെറി പറച്ചിലാണ്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഹീറോ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് വന്നിരുന്ന് ഗ്രാഫ് നോക്കും. ആ സമയം ശബ്ദം വീണ്ടും വരും. എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ ശബ്ദമാണ് കേൾക്കുന്നത്. അവന്റെ മനസ്സിൽ ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നറിയില്ല എല്ലാം കൂടി ഒരുമിച്ച് മനസ്സിൽ വന്ന് അവന് പ്രാന്ത് പിടിക്കുന്ന പോലെയാവും. അവസാനം ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഹീറോ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുത്ത് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഭിത്തിയിലും തറയിലൊക്കെ അടിച്ചു ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. ഈ സൗണ്ട് കേട്ട് വീണ്ടും ആരൊക്കെയോ ഹീറോയുടെ വാതിലിൽ വന്ന് തട്ടും. നീക്ക് എന്തിനാടാ എന്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞ് ഹീറോ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. അവിടെ ഹീറോ ഇതും കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയം ഒരു പെണ്ണ് പറയും കണ്ടോ അവൻ പുറത്തേക്ക് വന്നപ്പോൾ സൗണ്ട് നിന്നു. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയും എല്ലാരും ഇപ്പോ ആ ശബ്ദം നിന്നു. എല്ലാരും പറയും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ എന്റെ വീട്ടിൽ വന്ന് ഞാനാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഓരോരുത്തരും പറയും എന്റെ വീട്ടിൽ വന്നു അതിനിടയിൽ ജിമ്മൻ വന്ന് ഇപ്പോ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അകത്ത് കയറി നോക്കാന്ന് പറയും. എല്ലാവരും അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഹീറോ സമ്മതിക്കില്ല. നേരത്തെ ഒരാള് സിഗരറ്റ് വലിച്ച് ഹീറോനെ ഭീഷണിപ്പെടുത്തിയില്ലേ, ആ പുള്ളി താഴത്തെ വീട്ടിലെ ആ സ്ത്രീയുടെ ഭർത്താവാണ്. പുള്ളി പറയും ശരിയെന്ന പോലീസിനെ വിളിക്കാം അവര് വന്ന് നോക്കട്ടെ എന്ന്. ആ സമയം പ്രോസിക്യൂട്ടർ അങ്ങോട്ടേക്ക് വന്ന് ഒന്ന് എല്ലാവരും അടങ്ങി നിൽക്കുവോ, ഈ പ്രശ്നം എന്തിനാണ് ഇത്ര വലുതാക്കുന്നേ,
സമയം. ആ സമയം താഴത്തെ സ്ത്രീയുടെ ഭർത്താവ് പ്രോസിക്യൂട്ടറുടെ വീഡിയോ എടുക്കും. പ്രോസിക്യൂട്ടർ ഇത് കണ്ട് നീ എന്താ വീഡിയോ എടുത്ത് എല്ലാരെയും കാണിക്കാനുള്ള പ്ലാനാണോ? നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണെന്ന് പുറത്തറിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നാണക്കേട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശബ്ദം പ്രശ്നമാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. എന്തിനാണ് അത് കേട്ട് ഇവിടെ താമസിക്കുന്നത്? ഓ, അപ്പോ വാടകയ്ക്ക് താമസിക്കുന്നവരെ ഒഴിപ്പിക്കാനാണോ ഇവൻ ഈ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും. ഹീറോ ആ താഴത്തെ ഭർത്താവിനെ കാണിച്ച് ഇവനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഇവിടെ ആരെങ്കിലും വരുന്നതും എല്ലാ സമയവും നോക്കി ഇവനാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ അയാളുടെ ഭാര്യ ചോദിക്കും നിന്റെ അതിനുള്ള തെളിവുണ്ടോന്ന്. ഇതെല്ലാം കേട്ട് പ്രോസിക്യൂട്ടർ പറയും എന്നാ പിന്നെ അയാളുടെ വീട്ടിൽ പോയി ആദ്യം നോക്കിക്കഴിഞ്ഞ് നിന്റെ വീട്ടിൽ വന്ന് നോക്കാം. അപ്പൊ അയാൾ പറയും നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെയല്ലേ നിൽക്കുന്നത്, ആദ്യം ഇവന്റെ വീട് പരിശോധിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഹീറോ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തിനാ എന്റെ വീട് ചെക്ക് ചെയ്യുന്നത്? ആ സമയം കൊണ്ട് നിന്റെ വീട്ടിലുള്ളത് എടുത്ത് മാറ്റാനാണോ? ഇല്ല, ഞാൻ ഒരിടത്തും പോവില്ല, ഇവിടെ തന്നെ നിൽക്കൂന്ന് അയാൾ പറയും. എന്നാ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് മെയിൻ്റനൻസ് ജോലിക്കാരനെ ഹീറോയുടെ വീട് പരിശോധിക്കാൻ കയറ്റും. കൂടെ ജിമ്മനും കയറും. ഈ ഭർത്താവ് കയറാൻ നേരം ഹീറോ അയാൾ അകത്ത് കയറ്റില്ല. എന്നിട്ട് അവനുമായി ഉടക്കി നിൽക്കുന്ന സമയം ഈ സൗണ്ട് പിന്നെയും കേൾക്കും. അപ്പൊ ഹീറോ പറയും ഇപ്പൊ എല്ലാരും കേട്ടില്ലേ, അത് ഇവിടെ നിന്നല്ല, അത് താഴെ നിന്നാണ് വരുന്നത്. അങ്ങനെ എല്ലാരും താഴേക്ക് പോയി നോക്കാൻ നിൽക്കുന്ന സമയം ഹീറോയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും സാധനം കണ്ടുപിടിച്ചു എന്ന്. ഹീറോ ടെൻഷനായി ഇതെന്താണെന്ന് നോക്കുമ്പോൾ അകത്തൊരു ഫോണിൽ വലിയ സ്പീക്കർ കണക്ട് ചെയ്ത് സൗണ്ട് കേൾക്കുന്ന രീതിയിൽ വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്കും ആ സ്ത്രീയുടെ ഭർത്താവ് അകത്തേക്ക് കയറി വന്ന് നീ വെറും കള്ളനാണെന്ന് പറയും. ഹീറോയ്ക്ക് ദേഷ്യം വന്ന് ഹീറോ അവന്റെ കഴുത്തിന് കയറി പിടിച്ച് നീ എങ്ങനെയാണ് ഇതെന്റെ വീട്ടിൽ കയറി കൊണ്ട് വെച്ചതെന്ന് ചോദിക്കും. എന്നാൽ ഹീറോ പറയുന്നത് ആരും കേൾക്കില്ല. അയാൾ ഹീറോനെ ചവിട്ടി താഴെ ഇട്ട് ഹീറോയുടെ അടുത്ത് വന്ന് അവനെ ഇപ്പൊ അടിക്കൂന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം ഇയാൾ അടി കൊണ്ടതായിട്ട് താഴെ വീഴും. പുറത്ത് നിൽക്കുന്നവർ ഇത് കണ്ട് അവൻ അയാളെ അടിച്ച് താഴെ ഇട്ടു എന്ന് വിളിച്ചു പറയും. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വന്ന് ഹീറോയുടെ നേരെ തോക്ക് ചൂണ്ടി ഹീറോനെ അവിടെ നിന്ന് കൊണ്ടുപോകും. സ്റ്റേഷനിൽ ഹീറോ പോലീസിനോട് പറയും അടി എനിക്കാണ് കിട്ടിയത്, അവൻ അടി കൊണ്ടതുപോലെ അഭിനയിച്ചതാണ്, ഇതൊന്നും പോലീസുകാർ കേൾക്കില്ല. എന്നിട്ട് ഹീറോ അവിടെ സമയം നോക്കുമ്പോൾ 8:15. ഹീറോയുടെ കൂട്ടുകാരൻ പറഞ്ഞ സമയമായിട്ടുണ്ട്. ഹീറോ പോലീസുകാരോട് പറയും സാറേ എനിക്ക് അർജന്റായ ഒരു ജോലിയുണ്ട്, എന്റെ ജീവിതം തന്നെ അതിലാണ്, അത് ചെയ്തു കഴിഞ്ഞ് ഞാൻ തന്നെ ഇവിടേക്ക് വന്ന് നിന്നോളാം. എന്നാലും പോലീസ് വിടില്ല. എന്നാ പിന്നെ എന്റെ ഫോൺ താ, എനിക്ക് വക്കീലിനെ വിളിക്കണമെന്ന് ഹീറോ പറയും. അവർ ഫോൺ കൊടുക്കും. അതെടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചുപോയി. അതിലും ഒരു രക്ഷയില്ലെന്ന് കണ്ട ഹീറോ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വിലം കഴിപ്പിക്കും. ഈ വിലം കഴിക്കുന്നതും ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പോലീസ് വിടില്ല, ഹീറോനെ വളഞ്ഞു പിടിക്കും. അവിടെ പോലീസുകാരും ഹീറോയും തമ്മിൽ ബലപ്രയോഗങ്ങൾ നടക്കുമ്പോൾ അകത്ത് ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ കാണും. ഹീറോ പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി നേരെ ഓഫീസിനകത്ത് കയറി വാതിലടയ്ക്കും. എന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് ആ കോയിന് വിൽക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ പോലീസുകാർ ഡോർ തുറന്ന് അകത്തേക്ക് വരാൻ നോക്കും. ഹീറോ ഓടിച്ചെന്ന് അവരകത്തേക്ക് കയറാതെ തടയും. അവർ ഹീറോയുടെ നേർക്ക് സ്റ്റൺ ഗൺ ചെയ്യും. ഹീറോ അത് ദേഹത്ത് കൊള്ളാതെ മാറും. അപ്പൊ ഈ പോലീസുകാർ അവന്റെ തലയിൽ അടിക്കും. അതോടെ ഹീറോയുടെ പകുതി ബോധം പോകും. എന്നാലും ഹീറോ വിടില്ല. അവൻ കമ്പ്യൂട്ടറിന് അടുത്തേക്ക് വന്ന് സെയിൽ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുന്നതും പോലീസ് അവന്റെ കയ്യിൽ സ്റ്റൺ ഗൺ ചെയ്യും. എന്നിട്ടും അവൻ വിടില്ല. 2 കൈ ഉപയോഗിച്ച് അവൻ അത് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോലീസിന്റെ കാൽ ആ വയറിൽ തട്ടി കണക്ഷൻ ഓഫ് ആവും. അതോടെ ഹീറോയുടെ ബോധവും പോകും. കുറച്ചു കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ വന്ന് പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഹീറോനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോകും. ഹീറോ ഇപ്പൊ ആകെ റിലേ പോയ അവസ്ഥയിലാണ്. അവൻ വീട്ടിൽ വന്ന് ഉള്ള ദൈവത്തൊക്കെയും വിളിച്ച് അവന്റെ ലാപ്പ് തുറന്ന് നോക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഹീറോ മൊത്തത്തിൽ തകർന്നു പോകും. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അതും ഇപ്പൊ നഷ്ടമായിരിക്കുന്നു. ഇനി അവൻ ജീവിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല എന്ന് കരുതി മരണമൊഴി എഴുതി വെച്ച് ബിൽഡിങ്ങിൽ നിന്ന് ചാടാൻ നോക്കും. ആ സമയം ആ സൗണ്ട് വീണ്ടും കേൾക്കും. അവൻ അത് നോക്കുമ്പോൾ അത് താഴത്തെ വീട്ടിൽ നിന്നാണ്. ഹീറോ ഒരു ചുറ്റികയെടുത്ത് താഴേക്ക് പോകും. അപ്പോൾ ആ ജിമ്മൻ വന്ന് നിന്നോട് ശബ്ദം ഉണ്ടാക്കലെന്നല്ലടാ പറഞ്ഞത്. ഹീറോ ആകെ തകർന്ന് നിൽക്കുവാണ്. അത് ഞാനല്ല എന്ന് പറഞ്ഞ് ജിമ്മന്റെ നേരെ തിരിഞ്ഞ് അവനെ കൊല്ലാൻ നോക്കും. അവൻ ഹീറോയുടെ കയ്യിലെ ചുറ്റുകയും പിടിച്ചു വാങ്ങി ഹീറോനെ അപ്പം തന്നെ അടിച്ച് താഴെയിടും. എന്നിട്ട് ഹീറോയുടെ തല അടിച്ച് പൊട്ടിക്കാൻ വരുന്നതും ആ സൗണ്ട് വീണ്ടും കേൾക്കും. അപ്പ ജിമ്മന് മനസ്സിലാവും അത് ഇവനല്ലാന്ന്. എന്നിട്ട് ജിമ്മൻ അവിടെയൊക്കെ നോക്കുമ്പോൾ ഹീറോ എഴുതി വെച്ച മരണമൊഴി കാണും. ഹീറോ നടന്നതൊക്കെയും പറയും. താഴത്തെ വീട്ടിലുള്ളവനാണ് ഇതിനെല്ലാം കാരണം, അതുകൊണ്ട് അവനെയും കൊന്ന് നീ ചാവാൻ പോവാണെന്ന് ജിമ്മൻ ചോദിക്കും. ശരി, എന്തായാലും താഴത്തെ വീട്ടിൽ പോയി നോക്കാമെന്ന് ചോദിച്ച് അവർ രണ്ടുപേരും കൈ കൊടുത്ത് ഒറ്റക്കെട്ടാവും. രണ്ടുപേരും താഴത്തെ വീട്ടിൽ വന്ന് ബെല്ലടിക്കും. ആരും ഇറങ്ങി വരില്ല. ഡോർ തുറന്ന് നോക്കുമ്പോൾ അത് ലോക്കല്ല. ഇവർ രണ്ടുപേരും അകത്ത് കയറി അവിടെ എല്ലാം നോക്കും. ഈ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും അവിടെ നിന്ന് കിട്ടില്ല. എന്നാൽ അവരുടെ വീട് വിലക്ക് വാങ്ങിയവരുടെ റെക്കോർഡ്സ് അവിടെ കാണും. അത് ഹീറോ എടുത്ത് നോക്കുമ്പോൾ ഹീറോയുടെ വീട് വാങ്ങിച്ച അതേ ആള് തന്നെയാണ് ഇതും വാങ്ങിയത്. അപ്പൊ ജിമ്മനും പറയും എനിക്കും അവനാണ് ഓണർ. സംഭവം ഇതെല്ലാം വാങ്ങിച്ചത് പ്രോസിക്യൂട്ടറാണ്. അവരെന്തിന് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. ജിമ്മൻ ഹീറോയോട് പറയും നീ അവളുടെ അടുത്ത് ചെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നീയാണെന്ന് മനസ്സിലായി, ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ന്യൂസ് ആക്കുമെന്ന് പറയാം. അതിന് ഹീറോ ഈ ആധാരം അവരുടെ കയ്യിൽ തന്നെ ആണെന്ന് അറിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും നമ്മൾ. ഇങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയം പ്രോസിക്യൂട്ടർ ഹീറോനെ വിളിച്ച് ഇന്നലത്തെ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, മുകളിലേക്ക് വരാൻ പറയും. ഹീറോ ജിമ്മനോട് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകും. ഹീറോ അവരുടെ വീട്ടിലെത്തി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം ജിമ്മൻ അവിടെ വന്ന് ബെല്ലടിക്കും. ഇവരകത്തുള്ള സ്ക്രീൻ വഴി എന്താന്ന് ചോദിക്കുമ്പോൾ ഹീറോ ബാത്റൂം എവിടെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് പോകും. സംഭവം ജിമ്മൻ അവരുടെ ശ്രദ്ധ മാറ്റുമ്പോൾ ഹീറോ അതിനകത്ത് കയറി സെർച്ച് ചെയ്യും. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ഹീറോ
ഹീറോ അകത്ത് കയറി അവിടെയൊക്കെ ഓരോന്ന് നോക്കുന്ന സമയം അവിടെ ടേബിളിനുള്ളിൽ ഒരു ഗണ്ണ് കാണും. അവന് നല്ല പേടിയുണ്ട്. പിന്നെ ഹീറോ നോക്കുമ്പോൾ ഒരു റൂം, അതൊരു വാൾട്ട് പോലെ സ്റ്റീൽ റൂമാണ്, ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ചിട്ട്. അടുത്തൊരു റൂമിൽ കയറി തപ്പുന്ന സമയം അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി ഹീറോനെ അടിച്ചുകൊണ്ട് പുറത്തു വരും. ഇയാൾ പ്രോസിക്യൂട്ടറിന്റെ ഭർത്താവാണ്. ഇവൻ നമ്മുടെ റൂമിലേക്ക് കയറി വന്ന് ഇവൻ കള്ളനാണെന്ന് അയാൾ പറയുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് എല്ലാം വിളിച്ചു പറയും. എല്ലാം കൈവിട്ട് പോണെന്ന് കാണുമ്പോൾ ജിമ്മൻ ഹീറോനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും കണ്ടോന്ന് ജിമ്മൻ ഹീറോയോട് ചോദിക്കും. ഒരു വാൾട്ട് കണ്ടു, ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ വെച്ചിട്ട്. വേറെ ഒരു വീട്ടിലും അതില്ല, അതിനകത്താണ് എല്ലാം വരുന്നതെന്ന് ഹീറോ പറയും. സമാധാനമായിട്ടിരുന്ന് നമുക്കൊരു പ്ലാൻ റെഡിയാക്കണമെന്ന് ജിമ്മൻ പറയും. ഹീറോ വീട്ടിൽ വന്ന് ഫ്രഷ് ആയി അവന്റെ ഫോൺ നോക്കും. അവന്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒന്ന് അവന്റെ പൊട്ടിയ ഫോണും മറ്റേത് അന്ന് വീട്ടിൽ സൗണ്ട് പ്ലേ ചെയ്ത് വെച്ചിരുന്ന ഫോണും. അവൻ അതെടുത്ത് നോക്കുമ്പോൾ അതിലൊരു വൈഫൈ കണക്റ്റഡ് ആണ്. ഈ കാര്യം ജിമ്മനോട് പറയാൻ ഹീറോ മുകളിലേക്ക് പോകുമ്പോൾ ഈ വൈഫൈയുടെ സിഗ്നൽ കൂടി വരും. ജിമ്മൻ വന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ വൈഫൈ കിട്ടുന്നില്ല, നിന്റെ വൈഫൈ തരുമോ എന്ന് ചോദിക്കും. ജിമ്മൻ ഇവിടെ വൈഫൈ ഇല്ലെന്ന് പറയും. ഓ, ശല്യപ്പെടുത്തിയതിന് സോറി എന്ന് പറഞ്ഞ് ഹീറോ പോകാൻ നേരം നീ വർക്കൗട്ട് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ജിമ്മൻ ചോദിക്കും. ഞാൻ വരുന്നില്ല, ഇപ്പൊ കുളിച്ചു വന്നേ ഉള്ളൂ, ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകും. ജിമ്മൻ അകത്തേക്ക് പോയി കഴിഞ്ഞ് ഹീറോ തിരിച്ചു വന്ന് ഫോൺ വെച്ച് മറ്റെല്ലാ വീടിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കൂടുതൽ സിഗ്നൽ ജിമ്മന്റെ വീട്ടിലാണ്. അടുത്ത സീനിൽ ജിമ്മൻ വർക്കൗട്ട് ചെയ്യാൻ അവന്റെ കാർഡ് വെച്ച് പണം അടച്ച് അകത്ത് കയറുന്ന സമയം ഹീറോ അങ്ങോട്ടേക്ക് വന്ന് ഉള്ളിലേക്ക് കയറാൻ നോക്കും. പക്ഷെ അവന്റെ കാർഡിൽ പണമില്ല, സോ അവന് കയറാൻ പറ്റില്ല. ജിമ്മൻ അവന്റെ കയ്യിലെ കാർഡ് കൊടുത്ത് ഹീറോന് അകത്ത് കയറ്റും. ഹീറോ ആ കാർഡിലെ നെയിം കോഡ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ജിമ്മനും ഹീറോന് വല്ലാത്തൊരു നോട്ടം. അകത്ത് കയറി കഴിഞ്ഞ് ജിമ്മനെ പേടിച്ചാണ് ഹീറോ ഇരിക്കുന്നത്, എങ്കിലും അവനത് പുറത്ത് കാണിക്കില്ല. ഞാൻ ആപത്ത് പിടിച്ച സ്ഥലങ്ങളിൽ ചെന്ന് വീഡിയോ എടുത്ത് അത് TV ചാനലുകൾക്ക് വിൽക്കും, ഇതാണ് എന്റെ ജോലിയെന്ന് ജിമ്മൻ പറയും. സംഭവം പുള്ളി ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനാണ്, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. കത്തിക്കുത്തുകൾ, ടോർച്ചർ, എപ്പോഴും എന്റെ പുറകെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. ആ TV-ക്കാർ എന്നെ വെച്ച് ഒരുപാട് സമ്പാദിച്ചു. ഇപ്പോൾ ഇവിടെ ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് അവരെ കൊല്ലണമെന്ന് തോന്നുന്നില്ലേ? അതിന് ഹീറോ അവനെ കയ്യിൽ കിട്ടിയ കൊല്ലണം, അതുപോലെ തന്നെ എനിക്കും എന്ന് ജിമ്മൻ പറയും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നീ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് വാ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരൊറ്റ ഓട്ടമാണ് നേരെ ജിമ്മന്റെ വീട്ടിലേക്ക്. അവന്റെ ലോക്ക് വെച്ച് തുറന്ന് ഹീറോ അകത്തേക്ക് കയറും. അകത്ത് കയറി ആദ്യം നോക്കുന്നത് ആ വൈഫൈ ആണ്. അത് നോക്കുമ്പോൾ സെയിം പേര് തന്നെയാണ്. എന്നിട്ട് അവിടെ ഒരു റൂം തുറന്ന് നോക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ചുമരിൽ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ടാബ് എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാ വീട്ടിലെയും ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിലൂടെ തന്നെ എന്ത് വേണേലും ചെയ്യാം. അത് കഴിഞ്ഞ് ഹീറോ ഒരു ഡോർ തുറക്കുമ്പോൾ ട്വിസ്റ്റ്, എന്റെ പൊന്നെ, ആ അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കുലുക്കാൻ പറ്റുന്ന രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ജിമ്മൻ തന്നെയാണ് വില്ലൻ എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഇതെല്ലാം കണ്ട് ഹീറോ പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നതും വില്ലൻ അങ്ങോട്ടേക്ക് വരും. ഹീറോ അവിടെ ഒരിടത്ത് കയറി ഒളിച്ചിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിലെയും വീഡിയോ കണ്ട് അവരുടെ പേടി കണ്ട് വില്ലൻ ആസ്വദിക്കുന്നു. ഇതെല്ലാം ഹീറോ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വില്ലൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹീറോ പുറത്തു വന്ന് ഒരു ചുറ്റിക എടുത്ത് വില്ലനെ കൊല്ലാൻ നോക്കും. വില്ലന്റെ തല അടിച്ച് പൊട്ടിക്കാൻ വരുന്നതും അവിടെ ആരോ ബെല്ലടിക്കും. ഹീറോ നേരെ കട്ടിലിനടിയിൽ കയറി ഒളിക്കും. വില്ലൻ വന്ന് കതക് തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ താഴത്തെ വീട്ടിലെ സ്ത്രീയാണ്. അവര് ദേഷ്യത്തിൽ വന്ന് സൗണ്ട് ചെയ്തേക്കുന്ന എല്ലാം വലിച്ച് താഴേക്കിടും. എന്താ കാണിക്കണെന്ന് വില്ലൻ ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് ഇനി എണീക്കില്ല എന്നാ പറയുന്നത്. സംഭവം ഇവരെല്ലാം ഒരു ടീമാണ്. ഇവരുടെ ഭർത്താവിനോട് അന്ന് അടികൊള്ളുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞത് വില്ലനാണ്. എന്നാൽ അയാൾ അഭിനയിക്കാൻ പറഞ്ഞപ്പോ തലയിടിച്ചാണ് വീണത്. അതിപ്പോ അയാൾക്ക് തന്നെ പണിയായി. അതിന്റെ ദേഷ്യത്തിലാണ് ഈ സ്ത്രീ. നീ പണത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് കുറെ പണം ആ സ്ത്രീക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ സ്ത്രീ അവിടെ ഓടി വന്ന് വില്ലൻ മാസങ്ങളോളം ശേഖരിച്ചു വെച്ചേക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് ഇവർ വലിച്ചെറിയും. വില്ലൻ ഇത് കണ്ട് ടെൻഷനായി അവരെ വലിച്ച് താഴേക്കിട്ട് ഒന്നും നോക്കാതെ ചുറ്റിക കൊണ്ട് അവരെ തല അടിച്ചു പൊട്ടിക്കും. വീണ്ടും വീണ്ടും അടിച്ച് അവരെ കൊല്ലും. ഹീറോ ഇത് കണ്ട് പേടിച്ച് വിറച്ചിരിക്കുവാണ്. അവരെ കൊന്നു കഴിഞ്ഞ് വില്ലൻ പോലീസിനെ വിളിച്ച് ഹീറോ ആ താഴത്തെ വീട്ടിലെ സ്ത്രീയെ കൊന്നു, ഇപ്പൊ പ്രോസിക്യൂട്ടറെ കൊല്ലാൻ മുകളിലേക്ക് പോയെന്ന് പറയും. വില്ലൻ അവിടെ നിന്ന് മാറുന്നതും ഹീറോ ആ സ്ത്രീയെ ചെന്ന് നോക്കും. അവൻ അത് കണ്ട് ഒമിറ്റ് ചെയ്യാൻ ഓടുന്ന നേരെ ചെന്ന് വില്ലന്റെ മുന്നിൽ പെടും. അവനിപ്പോ എന്നെ കൊല്ലാൻ വന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വില്ലൻ ഒറ്റയ്ക്ക് പറയും. എന്നിട്ട് വില്ലൻ ചുറ്റിക കൊണ്ട് അവന്റെ തല തന്നെ 2-3 തവണ അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് ആ ചുറ്റിക നേരെ ഹീറോയുടെ കയ്യിലിട്ട് ഹീറോനെ വന്ന് ഇടിക്കും. ആ ഒരൊറ്റ ഇടിയിൽ തന്നെ ഹീറോയുടെ പകുതി ജീവൻ പോകും. വില്ലന് എന്തൊക്കെയോ ഒരുപാട് പ്ലാൻ ഉണ്ട്. എല്ലാം ഹീറോയുടെ തലയിൽ വെച്ച് അവനെയും കൊന്ന് രക്ഷപ്പെടാനാണ് വില്ലൻ നോക്കുന്നത്. എന്നിട്ട് ഹീറോനെ കൊല്ലാനായിട്ട് വരുന്നതും എന്നെ കൊല്ലരുത്, ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് ഹീറോ പറയും. ആ സ്ത്രീ ചിലപ്പോൾ ഈ കാര്യങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കുടുങ്ങും, നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇതെല്ലാം തീർക്കണം, അതിന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഹീറോനാവും വിടും. നമ്മൾ മുകളിലിരിക്കുന്ന പ്രോസിക്യൂട്ടറെ കാണാൻ പോകുന്നു. അവൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് വില്ലൻ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കൈ കൊടുത്ത് ഒരുമിക്കും. അവിടെ നിന്ന് വില്ലൻ കൊന്ന സ്ത്രീയെ എടുത്ത് രണ്ടുപേരും
പ്രോസിക്യൂട്ടറുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. അവിടെ ചെന്ന് ഗ്യാസ് സിലിണ്ടറിന്റെ വാൾവ് കട്ട് ചെയ്ത് അതിപ്പോ ഓഫ് ചെയ്ത് വെക്കും. അവിടെ നിന്ന് അവരുടെ റൂമിലേക്ക് ചെന്ന് പ്രോസിക്യൂട്ടറുടെ അവരുടെ ഭർത്താവിന്റെ തല മൂടി വലിച്ച് താഴേക്കിട്ട് ഭർത്താവിനെ ചുറ്റുക കൊണ്ട് അടിച്ച് പരുവാക്കും. നീയൊക്കെ ആരാന്ന് ഈ പ്രോസിക്യൂട്ടർ ചോദിക്കും. അപ്പ വില്ലൻ പറയും, ഞാനാണ് ജിൻഹോ, സത്യം കണ്ടുപിടിക്കുന്നവൻ. 1 വർഷത്തിന് മുന്നേ നീ പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ ഈ ബിൽഡിംഗ് ശരിയായിട്ടല്ല പണിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്റ്റോറി ചെയ്തത് ഓർമ്മയുണ്ടോ? അതിനുവേണ്ടി എന്റെ ജീവൻ പണയം വെച്ച് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കുത്തേറ്റു. നിന്റെ ആൾക്കാർ ആ കഥകൾ മൂടിയത് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായെന്ന് നിനക്കറിയില്ലല്ലോ. അതിന് പ്രോസിക്യൂട്ടർ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ആ സമയം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. അന്ന് മുതലുള്ള നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമെന്ന് വില്ലൻ പറയും. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം, ആ ലെഡ്ജർ എവിടെയാണ്? ആ സ്റ്റീൽ ഡോറിന് പുറകിലാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അവർ പറയും. അതിന് വില്ലൻ, ശരി, ശ്രദ്ധിച്ചു കേൾക്കണം. നീയും നിന്റെ സൂപ്പർവൈസർ ഭർത്താവും കൂടി കുറെ കള്ളന്മാരോട് കൂടി ഇതൊക്കെ പണിതുണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ ലെഡ്ജർ അതെവിടെയാണ്? എത്ര ചോദിച്ചിട്ട് ഇവർക്കൊന്നും അറിയില്ലെന്ന് ഇവർ പറയും. നിനക്കറിയില്ലേ, നിന്റെ ഭർത്താവിനോട് നീ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടു. നിന്നെ ആരും കുറ്റക്കാരിയാക്കാതിരിക്കാൻ നീ അത് ഒളിപ്പിച്ചു. ഇപ്പോഴും അവരൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ചൂടാവും. വില്ലൻ ടെൻഷനായി അവരുടെ തല അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങുന്നതും, എന്റെ ഹസ്ബൻഡ്, അവരാണ് ആ സ്റ്റീൽ ഡോറിനുള്ളിലെ കാര്യങ്ങൾ നോക്കുന്നത്, അതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. വില്ലൻ അവരുടെ ഭർത്താവിനെ വലിച്ചുകൊണ്ട് സ്റ്റീൽ ഡോറിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് ഓപ്പൺ ചെയ്യും. ഇവിടെ ഹീറോയോട് പ്രോസിക്യൂട്ടർ, നിന്നെ അവൻ പേടിപ്പിച്ചാലേ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊന്നും സത്യമല്ല, താഴത്തെ വീട്ടിലെ സ്ത്രീയെ അവൻ കൊന്നു ഹീറോ പറയും. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവന്റെ സൈഡാണെന്ന് കാണിക്കേണ്ടി വന്നു. ഹീറോ അവരുടെ കെട്ടഴിക്കുന്ന സമയം വില്ലൻ അങ്ങോട്ടേക്ക് വന്ന് പ്രോസിക്യൂട്ടറെ വലിച്ചുകൊണ്ട് അതിനകത്തേക്ക് പോകും. അവിടെ പോകുമ്പോൾ ഒരുപാട് പണവും ഡോക്യുമെന്റ്സും ഉണ്ടാവും. എന്നാലും ആ ലെഡ്ജർ മാത്രം അവിടെ ഉണ്ടാവില്ല. അതെന്ത് ചെയ്തു എന്ന് ഹീറോ അവരോട് ചോദിക്കുമ്പോൾ അപ്പ അവര് സത്യം പറയും. ബിൽഡിംഗ് പണിഞ്ഞവരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറെ പണം പറ്റിച്ചു, അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു, അതെല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കുക, ഞാൻ എല്ലാം തിരിച്ചു കൊടുക്കാം. അതൊന്നും വില്ലൻ കേൾക്കില്ല. കൊടുക്കും അവളുടെ മുഖത്തൊരെണ്ണം. വില്ലൻ അവരെ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. ആ സമയം ഹീറോ അകത്തുപോയി അവരുടെ ഗണ്ണെടുക്കും. അതെടുത്ത് വില്ലനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നതും അതിലുണ്ടയില്ല. അതുമല്ല, ഹീറോ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് മിറർ വഴി വില്ലൻ കാണും. വില്ലൻ തിരിഞ്ഞ് ഹീറോനെ അടിച്ച് താഴെയിട്ട്, നീ എന്താടാ ചതിക്കാൻ നോക്കുവാണോ എന്ന് പറഞ്ഞ് ഹീറോനെ മുഖത്ത് പൊതിരിടിക്കും. അപ്പോഴത്തേക്കും പ്രോസിക്യൂട്ടർ എണീറ്റ് തോക്കെടുത്ത് വില്ലന്റെ നേരെ ഷൂട്ട് ചെയ്യും. ആ ഗണ്ണിൽ നിന്ന് ഗ്യാസ് പോലെ എന്തോ ആണ് വരുന്നത്. അത് വില്ലന്റെ മുഖത്തടിച്ച് അവൻ തെറിച്ചു വീഴും. എന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ ചുറ്റിക കൊടുത്ത് അവനെ പോയി കൊല്ലാൻ പറയും. എന്നിട്ട് ഇവര് ആ സ്റ്റീൽ ഡോറിനകത്ത് കയറി ഡോർ അടയ്ക്കും. ഹീറോ അവനെ കൂടി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ പുറകെ പോകും. പക്ഷെ അവരത് കേൾക്കില്ല. അതിനു മുന്നേ അവർ അതിനകത്ത് കയറി ലോക്ക് ചെയ്യും. ഇതിലെ മെയിൻ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഈ പ്രോസിക്യൂട്ടറും ജിമ്മനും രണ്ടുപേരും 2 തരത്തിൽ ഇതിലെ വില്ലന്മാരാണ്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ അകപ്പെട്ടു പോയതാണ് ഹീറോ. ഹീറോ ഒരു തടിയെടുത്ത് വില്ലന്റെ അടുത്തേക്ക് പോകുമ്പോൾ വില്ലൻ അവരുടെ ഭർത്താവിനെ അടിച്ചു കൊന്നു. ഹീറോ നോക്കുമ്പോൾ വില്ലന്റെ വയറിൽ കത്തി കുത്തി ഇറക്കിയിരിക്കുന്നു. അവരുടെ ഭർത്താവ് മരിച്ചെങ്കിലും വില്ലനെ കുത്തിയിട്ടാണ് അയാൾ മരിച്ചത്. അപ്പോഴേക്കും പ്രോസിക്യൂട്ടർ അങ്ങോട്ടേക്ക് വന്ന് ഹീറോയോട് അവനെ കൊല്ലാൻ പറയും. ഹീറോ പറയും, വേണ്ട, പോലീസിനെ വിളിക്കാമെന്ന്. അവനിപ്പോ 2 പേരെ കൊന്നിരിക്കുന്നു, നീ ഇപ്പൊ അവനെ വിട്ടാൽ ഈ കുറ്റമെല്ലാം നിന്റെ തലയിൽ വരുന്നു പ്രോസിക്യൂട്ടർ പറയും. അതോർത്ത് നീ പേടിക്കേണ്ടെന്ന് വില്ലൻ പറയും. ഇവിടെ പ്രോസിക്യൂട്ടർ, നിന്നെ ഞാൻ നോക്കിക്കോളാം, എന്നെ വിശ്വസിക്കൂ, അവനെ കൊല്ലാൻ തന്നെ പറയും. അവളെ വിശ്വസിക്കാൻ പറ്റില്ല, നീ തെറ്റ് ചെയ്യരുതെന്ന് വില്ലൻ പറയും. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം വില്ലനെ കൊല്ലാനായിട്ട് ഹീറോ ഒരുങ്ങുന്നതും വില്ലന്റെ വായിന്ന് ചോര വന്ന് അവൻ അവിടെ തന്നെ വീഴും. പ്രോസിക്യൂട്ടർ ഹീറോനെ പുറകിൽ നടിച്ച് താഴെയിടും. ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്ത ബുദ്ധിയില്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞ് ഹീറോനെ സ്റ്റിക്ക് കൊണ്ട് പൊതിരടിക്കും. അവസാനം ഹീറോനെ കൊല്ലാൻ തുടങ്ങുന്നതും ജിമ്മൻ എണീറ്റ് പുറകിൽ നിന്ന് പ്രോസിക്യൂട്ടറിന്റെ കഴുത്തിനെ പിടിച്ചിറക്കും. അങ്ങനെ അവസാനം അവരെ കൊല്ലും. ഹീറോ നോക്കുമ്പോൾ ആ ലെഡ്ജർ അവിടെ ഇരിപ്പുണ്ട്. അവൻ അതെടുത്ത് കീറിക്കളയും. ഹീറോയുടെ വീടിന്റെ ഡോക്യുമെന്റ്സും അതിനകത്തുണ്ട്. അവസാനം ഹീറോ ഈ പേപ്പറെല്ലാം എടുത്ത് കത്തിച്ച് അവിടുത്തെ ഗ്യാസും തുറന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പാർട്ട്മെന്റിന്റെ താഴെ കൂടെ ഹീറോ നടന്നു പോകുന്നതും അവിടെ എല്ലാം പൊട്ടിത്തെറിക്കും. അവിടെ നിന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹീറോ ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മ അടുത്തുണ്ട്. പോലീസ് ഹീറോയോട് നടന്ന കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ആ കേസ് ക്ലോസ് ചെയ്യും. അടുത്ത സീനിൽ ഹീറോ അമ്മയോട് കൂടെ നാട്ടിൽ വരും. അമ്മ പറയും, ഒന്നിനെയും കുറിച്ച് നീ ചിന്തിക്കാതെ കുറച്ചു നാൾ ഇവിടെ തന്നെ താമസിക്കേ, സിയോളിൽ പോകുന്ന കാര്യം നീ ചിന്തിക്കേ വേണ്ട. എന്നാൽ രാത്രി കിടക്കാൻ നേരം ഹീറോ എന്തോ ആലോചിച്ച് വണ്ടി എടുത്ത് അവിടെ നിന്ന് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരും. അവിടെ വന്ന് അവന്റെ പേരിലുള്ള സ്വത്ത്, അവൻ സ്വന്തമാക്കിയ അവന്റെ അപ്പാർട്ട്മെന്റ്, അതിന്റെ രജിസ്ട്രേഷൻ നോക്കി സന്തോഷത്തോടെ അവിടെ ഉണ്ടായിരുന്ന ശബ്ദം അവൻ ആലോചിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അവിടെ വെച്ച് വാൾ ടു വാൾ എന്ന സിനിമ അവസാനിക്കുന്നു. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ, ജിമ്മൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു. ആ സമയത്ത് പ്രോസിക്യൂട്ടർ കൺസ്ട്രക്ഷൻ വർക്ക് പണിയിൽ ഒരുപാട് തിരിമറികൾ നടത്തി. ഇതെല്ലാം ജിമ്മൻ കണ്ടുപിടിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടി അവന്റെ ജീവിതം തന്നെ തകർത്തു. ഈ പ്രോസിക്യൂട്ടർ ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പരിപാടികളാണ്, അതിലും ഇവർ തട്ടിപ്പാണ്. ഈ പ്രോസിക്യൂട്ടറുടെ എല്ലാം തകർക്കാനാണ് ജിമ്മൻ വരുന്നത്. ഇതിനിടയ്ക്ക് ഹീറോ വന്ന് പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ പൈസക്കാരനോ ഭയങ്കര ധൈര്യമുള്ളവനോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കാര്യങ്ങൾ നടക്കാൻ ഹീറോനെ ഇടയിൽ നിർത്തി കളിപ്പിച്ചു. ഇതിലിപ്പോ മെയിൻ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ കൂടുതൽ തെറ്റ് ചെയ്തത് പ്രോസിക്യൂട്ടർ തന്നെയാണ്. എന്തായാലും അവരെല്ലാരെയും ഇല്ലാതാക്കി ഹീറോ ഇപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ അവിടെ താമസിക്കുന്നു.
അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.